ത്തിലെ മുതലാളി തൊഴിലാളി വ്യവസ്ഥിതിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ വളരെ കൃത്യമായി 48-ൽ അവർ അത് എഴുതുവാനും ദസ് ക്യാപിറ്റൽ മൂലധനം എന്ന കൃതി അതിനെ അധികരിച്ചുകൊണ്ട് കാരൽ മാർക്സ് 1867-ൽ താന് ഒന്നാം വോളിയം 1 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഞാനിത് പറഞ്ഞ താല്പര്യം ഇത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ പറയപ്പെടുന്ന ഗ്രന്ഥത്തിലാണ് ഇന്ന് ഒരുപാട് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ തത്വങ്ങൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ സിഖ് മതത്തിന്റെ പ്രചാരകൻ അല്ലെങ്കിൽ സിഖ് മതത്തിന്റെ തത്വങ്ങൾ മുഴുവൻ ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. മഹാവീരനാൽ സ്ഥാപിക്കപ്പെട്ട ജൈനമതം അഹിംസ, സത്യ, അസ്തേയ, അപരിഗ്രഹ, ബ്രഹ്മചര്യം തുടങ്ങിയ ജീവിതചര്യയിലൂടെ സ്ഥാപിക്കപ്പെട്ട ഈ ജൈനമതം വാസ്തവത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് ഈ പറയപ്പെട്ട ഗ്രന്ഥത്തിലാണ്. മഹാവീരനാൽ സ്ഥാപിക്കപ്പെട്ട തൻ്റെ ചിന്തകളും അവരുടെ മതഗ്രന്ഥങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൗരാഷ്ട്രിസം അഥവാ പാഴ്സി മതത്തിന്റെ ഗദാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചുരുക്കത്തിൽ ഏതൊരു തത്വചിന്തയും ഏതൊരു സിദ്ധാന്തങ്ങളും ഏതൊരു വിശ്വാസ പ്രമാണങ്ങളും അതുപോലെ തന്നെ ഏതൊരു ആപ്തവാക്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും എന്തും വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള ഒരു തത്വം ഉണ്ടായിരിക്കുന്നത് കൃത്യമായി സ്ഥാപിക്കപ്പെട്ട അതിലെഴുതപ്പെട്ട ചില പൗരാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന് താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ പൗലൂസിന്റെ ലേഖനങ്ങളിലൂടെ താൻ മുൻപോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ, തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ താൻ മുൻപോട്ട് വച്ച ആശയങ്ങൾ, ആളാമ്പ്രതിയായി താൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ, അതുപോലെ തന്നെ ഈ തൻ്റെ വാദപ്രതിവാദങ്ങളിൽ താൻ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഇവയെല്ലാം വരമൊഴിയായി അല്ലെങ്കിൽ ലിഖിതമാക്കപ്പെട്ടപ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെയാണ് പിന്നീട് അതൊരു തത്വചിന്തയായിട്ടോ അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തയായിട്ടോ ധാർമ്മിക ഉപദേശമായിട്ടോ സാരോപദേശങ്ങളായിട്ടോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ ഇടയായിത്തീർന്നത്. എന്താണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് പൗലൂസിന്റെ ലേഖനങ്ങളെ സംബന്ധിച്ച് ഒരു രത്ന ചുരുക്കമെങ്കിലും പഠിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? കാരണം പൗലൂസ് മുൻപോട്ട് വെക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളും പൗലൂസ് പറഞ്ഞിട്ടുള്ള തൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പ്രഭാഷണങ്ങളിലോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തകളൊക്കെ ലിഖിതമാക്കപ്പെട്ടത് ഈ 14 എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളിലായതുകൊണ്ട് ആ ലേഖനങ്ങളെ എങ്ങനെയാണ് അതിലൂടെ താൻ അതെങ്ങനെയാണ് എഴുതപ്പെട്ടതെന്നോ, ഏത് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി പൗലൂസ് എഴുതിയ ലേഖനങ്ങളുടെ രീതി എന്താണ്? പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ മുൻപോട്ട് വെക്കുമ്പോൾ താൻ അന്ന് ഉപയോഗിച്ച, നമ്മൾ പഠിക്കുകയുണ്ടായി, താൻ വളർന്നതും താൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും തൻ്റെ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളുമെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് യവനായ ചിന്തയുടെയും യഹൂദ ചിന്തയുടെയും അല്ലെങ്കിൽ യവനായ സംസ്കാരത്തിൻ്റെയും യഹൂദ സംസ്കാരത്തിൻ്റെയും റോമൻ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു സങ്കര സംസ്കാരത്തിന്റെ പശ്ചാത്തലം പൗലൂസിന് തൻ്റെ ജീവിതത്തിൽ ഉടനീളം തനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ താൻ അനുവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ എഴുത്തിലോ തൻ്റെ പ്രഭാഷണങ്ങളിലോ
തൻ്റെ പഠിപ്പിക്കലുകളോ ഇതിൻ്റെയൊക്കെ സാരാംശങ്ങൾ, ഇതിൻ്റെയൊക്കെ രത്നചുരുക്കങ്ങൾ ഒന്നിരിക്കാം, ഇതിൻ്റെയൊക്കെ സ്വാധീനമുണ്ടാകാം. നമ്മൾ ആദ്യം പഠിച്ചത് തന്നെ അത് തന്നെയാണല്ലോ. യവനായ ചിന്തയുടെ സ്വാധീനം എങ്ങനെയാണ്, അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അല്ലെങ്കിൽ യഹൂദ മതത്തിന്റെ ചിന്ത എങ്ങനെയാണ് പൗലോസിനെ സ്വാധീനിച്ചത്, റോമൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ റോമൻ സംസ്കാരം എങ്ങനെ തന്നെ സ്വാധീനിച്ചു, ഇത് നമ്മൾ പ്രാരംഭത്തിൽ പഠിക്കുകയുണ്ടായി. ഇനി പൗലോസിന്റെ ലേഖനങ്ങളിലെ എഴുത്തിന്റെ രീതി അല്ലെങ്കിൽ ലേഖന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ഉടനീളം കണ്ടെത്താൻ കഴിയുന്ന ഒരു രീതി റോമൻ യവനായ അല്ലെങ്കിൽ റോമൻ ഗ്രീക്ക് ലോകത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത പശ്ചാത്തലങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന ഭാഷാരീതികളും അവർ അന്ന് ക്രയവിക്രയം നടത്താൻ അല്ലെങ്കിൽ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാൻ ഉപയോഗിച്ചിരുന്ന രീതികളുമൊക്കെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ വ്യത്യസ്തമായ എല്ലാ ജില്ലകൾക്കും അവരുടേതായിരിക്കുന്ന ഒരു ഭാഷയുണ്ട്, അവരുടേതായിരിക്കുന്ന ഒരു കൊളോക്കിൽ ഒരു സാധാരണ നാടൻ ഭാഷയുണ്ട്, അവരുപയോഗിക്കുന്ന സംസാര ഭാഷയുണ്ട്, അല്ലേ? അപ്പൊ നമ്മള് മലയാളികളാണെന്ന് പോലും കൃത്യമായി നല്ല മലയാളം പറഞ്ഞാൽ നമുക്ക് പരസ്പരം മനസ്സിലാകാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ എൻ്റെ ക്ലാസ് പലപ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ കട്ടി കൂടുതലാ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വളർന്നു വന്ന ജീവിത പശ്ചാത്തലങ്ങൾ, നമ്മൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പ്രതിപാദന രീതികൾ, നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വാക്കുകളും നാം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഭാഷാ രീതികൾ, നമ്മൾ വളർന്ന സാഹചര്യം തീർച്ചയായിട്ടും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ഈ വാക്കൊക്കെ ചെറുപ്പം മുതലേ ഒരു 13ാമത്തെ വയസ്സിലാണ് ഞാൻ വാസ്തവത്തിൽ എൻ്റെ ആദ്യത്തെ ഒരു ചെറുകഥ എഴുതി ഞാനത് സ്കൂളിൽ പഠിക്കുമ്പം അത് പ്രസിദ്ധീകരിച്ചത്. 13 വയസ്സുള്ളൂ ആദ്യത്തെ ഒരു കഥ എഴുതുമ്പോൾ. പിന്നീട് ഒരുപാട് വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പം കിട്ടുന്ന മാസികകളും കിട്ടുന്ന എഴുത്തുകളും എല്ലാം വായിക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഞാൻ ചെയ്തത് പിന്മാറിയില്ല, മറിച്ച് മലയാളം ഒരു ഡിക്ഷണറി വാങ്ങിച്ചു. മലയാള മനോരമയുടെ ഭാഷാപോഷണി എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, അത് കടുകട്ടി മലയാളം, എല്ലാ മാഗസികളും എല്ലാം വായിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലാകാത്തത് മുഴുവൻ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ട് മലയാളം ഡിക്ഷണറി തപ്പി ഞാൻ ഈ വാക്കുകൾ പഠിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എൻ്റെതായിരിക്കുന്ന ഒരു ഭാഷാശൈലി, എനിക്ക് എൻ്റെതായിരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ ഇടയായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സാംശീകരിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന, നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലം, നമ്മളെ വളർത്തിയ ജീവിതചര്യകൾ, ജീവിതത്തിന്റെ മറ്റ് ഇടങ്ങൾ, നമ്മോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മോടൊപ്പം നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആളുകളുടെ സംസാര രീതികളും ആശയങ്ങളെ പങ്കുവെക്കുന്ന രീതികൾ, ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ വളർന്നു വന്ന സാഹചര്യമൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്ന യവനായ ഗ്രീക്ക് നിലവിലുണ്ടായിരുന്ന അന്നത്തെ എഴുത്തുകളോട് സാമ്യമുള്ള ഒരുപാട് രീതികൾ നമുക്ക് തൻ്റെ എഴുത്തുകൾ കാണാൻ കഴിയും. ഞാൻ നോട്ട് കൃത്യമായിട്ട് തരാം, അതുകൊണ്ട് നിങ്ങൾ കേട്ടിരിക്കുക. നിങ്ങൾ എഴുതുന്ന ഫുട്നോട്ട് എഴുതുന്ന ആളുകൾ എഴുതിയെടുക്കുക. ഒന്നാമത്തത്, ഈ യവനായ ലേഖന ശൈലിയിൽ ഈ ലേഖകന്റെ പേര്, ലേഖനം ആരെഴുതിയോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എഴുതുമ്പം ഒരു ഹെഡിങ് എഴുതും. ഒരു ഹെഡിങ് എഴുതിയിട്ട് അപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ലേഖനം എഴുതി ഒരാൾക്ക് കൊടുക്കും. ഒരു ക്രിസ്ത്യൻ ലൈവിന് ഒരു ലേഖനം എഴുതി കൊടുക്കണം, നാളെ അത് വരും, ആഴ്ചവട്ടം എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ച നടന്ന വാർത്തകളെ ബേസ് ചെയ്ത് ഒരു സെക്യുലർ സ്റ്റൈലിൽ ഒരു സാധനം. അപ്പൊ ഞാൻ ആദ്യമേ അതിന്റെ ഹെഡിങ് എഴുതും. ഹെഡിങ് എഴുതിയിട്ട് തൊട്ട് താഴെ എന്ത് ചെയ്യും, അതിന്റെ ഷാജൻ പാറക്കടവിൽ എന്ന് എഴുതി വെക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതൊരു ഒരു ലേഖന ശൈലിയാണ്. ഞാൻ പറഞ്ഞത് യവനായ ലേഖന രീതിയാണ്. ലേഖനകർത്താവിന്റെ പേര് കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. പൗലൂസിന്റെ ലേഖനങ്ങളിലെല്ലാം ഇത് നമുക്ക് കാണാൻ കഴിയും. 2, വായനക്കാരന്റെ പേര്. വായനക്കാരൻ ആരാണ്? റിസപ്റ്റൻസ് ആരാണ്? ഇത് സ്വീകരണകർത്താവ് ആരാണ്?
ആരാണ് ഇത് വായിക്കുന്നത്? അല്ലേ? അത് നമ്മുടെ ഒരു ശൈലി ഇല്ലല്ലോ. നമ്മളൊരു ലേഖനം എഴുതിയിട്ടാൽ, ഒരു പുസ്തകം എഴുതിയാൽ ആർക്കും വായിക്കാം. നമ്മളാരും ഈ വ്യക്തിപരമായിട്ടാണെങ്കിൽ, പണ്ടൊക്കെ കത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ, അല്ലേ, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ ആർക്കാ അസുഖം? ഇതിനെ ചുമന്നു നടക്കുന്ന പോസ്റ്റ്മാൻ, അല്ലേ? ലോകം മുഴുവൻ, ആ പ്രദേശം മുഴുവൻ ചുമന്നു നടക്കുന്ന പോസ്റ്റ്മാനാണ്, അല്ലേ? ഇവിടെ വിശേഷമൊന്നുമില്ല. പിന്നെ അതൊരു ഒരു നൊസ്റ്റാൾജിയ, നമുക്കൊരു എന്താ, ഒരു ഓർമ്മ പുതുക്കലാണ്, അല്ലേ? നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്ന എല്ലാ കത്ത് പൊട്ടിക്കുന്നതും, പിന്നെ ആ കത്തിലെ ഓരോ വാക്കുകളും നിങ്ങൾ ഓർത്ത് വായിച്ചു നോക്കിയേ. വായിക്കുമ്പം നമ്മളൊക്കെ ദൂരെ കോളേജിലും സ്കൂളിലും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ അറിയാം. ഞാനൊക്കെ ഡൽഹിയിൽ, ഹരിയാനയില പഠിച്ചത്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഒരു കത്ത് വരുമ്പോൾ തന്നെ ആ കത്തിനകത്ത് നമ്മുടെ ഓരോ 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 ഖണ്ഡികയിൽ ഓരോരുത്തരുടെ വീതമാണ് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് എഴുതുന്നത്, അതേ അവർ നമ്മോട് സംസാരിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും, ഇല്ലേ? അപ്പനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, സഹോദരനാണെങ്കിൽ, അല്ലേ, അവർ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വന്ന് നമ്മോട് മന്ത്രിക്കുന്ന പോലെ, നമ്മളെ ചേർത്ത് നിർത്തി സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്കുണ്ടാവും. ഉണ്ടായിട്ടില്ല അങ്ങനെ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് ഉണ്ടാകും. ബൈബിൾ വായിക്കുമ്പോഴും നമുക്കത്, ഈ വരികൾക്കിടയിൽ നമ്മൾ കണ്ടെത്തേണ്ട ചില സത്യങ്ങളുണ്ട്, എന്ന് പറഞ്ഞാൽ ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ വായിച്ച് വെറുതെ വിടാതെ, വായിക്കുന്ന വാക്യങ്ങൾ കൃത്യമായി നമ്മോട് സംവദിക്കണം, നമ്മോട് സംസാരിക്കണം, നമ്മോട് പങ്കുവെക്കണം. ഒരപ്പൻ നമ്മോട് എങ്ങനെ സംസാരിക്കുന്നുവോ അതേ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ വായനയിലും നമുക്ക് അനുഭവവേദ്യമാകേണ്ടത്. ബൈബിൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വായിച്ച് പേടിക്കാതിരിക്കാൻ, വായിച്ചിട്ട് കിടക്കാൻ, സ്വപ്നം കാണാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? വായിച്ചിട്ട് 91 സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സുരക്ഷിതാബോധം, നമുക്കൊരാൾ നമ്മളോട് പറയുന്ന പോലെ, നീ കിടന്നുറങ്ങിക്കൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ അപ്പനോ അമ്മയോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോ നമുക്കൊരു സുരക്ഷിതാബോധം നൽകുന്ന ആരാണോ അവർ നമ്മോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പം, ബൈബിള് 95 രൂപ പണ്ടായിരുന്നു. ഇപ്പൊ ഒരു 100-150 രൂപ കൊടുത്താൽ, 200 രൂപ കൊടുത്തൊരു ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ വെച്ചാൽ അതൊരു മതഗ്രന്ഥമാകാം, അതൊരു സാഹിത്യകൃതിയാകാം, ഒരു സാധാരണ പുസ്തകം. എന്നാൽ എന്ന് നിങ്ങൾ അതിന് ഒരു ദൈവികത കൽപ്പിക്കുന്നുവോ, അതങ്ങനെ ഇത് എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ എന്ന് അതിനെ പരിഗണിക്കുന്നുവോ, അവിടെയാണ് നിങ്ങളോട് കൃത്യമായി സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങളൊക്കെ വായിച്ചിട്ട്, ഞാനും നിങ്ങളും ഒക്കെ ബൈബിൾ വായിച്ചിട്ട് കരഞ്ഞിട്ടില്ലേ? ഒരുപാട് നമ്മൾ കരയാറില്ലേ, അല്ലേ? നമ്മൾ ബൈബിൾ വായിച്ചിട്ട് ഒരു ആശ്വാസമായി എന്ന് പറയാറില്ലേ? ചിലപ്പോൾ നമ്മൾ ചില വാക്യം വായിച്ചിട്ട്, കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയാറില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി, കർത്താവിന് ഇപ്പൊ ഉണ്ടായിരുന്നു ഒരു ഉമ്മ കൊടുക്കായിരുന്നു, എന്തൊക്കെ നമ്മൾ തോന്നിട്ടില്ല? അത് തോന്നിട്ടില്ല? നമുക്കാകെ എന്ന് പറഞ്ഞത് വായിച്ചിട്ട് നെടുവേർപ്പിടുക, ഒരു ആശ്വാസം കിട്ടുക, കഷ്ടതയും പ്രയാസമൊക്കെ തീരുമെന്ന് തോന്നുക, അങ്ങനത്തെ അല്ല. നമുക്ക് കുറെ ഇഷ്ടം ഉണ്ടാകണം. നമ്മൾ വായിക്കുന്ന ഓരോ വാക്കിനും ചില കർത്താവിനോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാകണം. ഞാൻ ഒന്നുകൂടെ എൻ്റെ നല്ലൊരു ഭാഷ പറയട്ടെ, അല്പം കൂടി പ്രണയം ഉണ്ടാകണം. നമ്മൾ വായിക്കുന്ന ഓരോ വാക്കിൻ്റെ കൂടി ഒരു പ്രേമം കർത്താവിനോട് ഉണ്ടാകണം, ഒരു ഇഷ്ടം ഉണ്ടാകണം, ഒരു പ്രണയം ഉണ്ടാകണം നമുക്ക്. അല്ലാതെ ഈ ബൈബിളിനകത്ത് എല്ലാം വായിച്ചിട്ട് എൻ്റെ കഷ്ടത മാറ്റാൻ വേണ്ടി മാത്രം എഴുതി വച്ചിരിക്കുന്ന കുറെ സംഗതിയാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത്? നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന്, നമ്മൾ ഈ തിരുവത്താഴത്തിന് ചില സമയങ്ങളിലൊക്കെ, ഞങ്ങൾ തിരുവത്താഴ ചർച്ചിലെ ഉണ്ട്, ചില സമയങ്ങളിൽ, എല്ലാ സമയങ്ങളല്ല, എല്ലാ സമയം എന്ന് പറഞ്ഞാൽ നുണയായിരിക്കും, ഭയങ്കരം, അത് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ കണ്ണം നിറയും, നമുക്ക് പിന്നെ പാടാൻ പറ്റാതെ അവസ്ഥ വരും. ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് നമ്മളെന്തോ അറിയുമോ, കരയും, നമുക്ക് പിന്നെ പാടാൻ പറ്റാതെ വരും. എന്താ കാര്യം? ചില വാക്കുകൾ പറയുമ്പോൾ നമ്മൾ കണ്ടമിടണം. എന്താ കാര്യം? ആ വാക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ എഴുതിയ നീങ്ങിപ്പോയൻ ഭാരങ്ങൾ മാറിപ്പോയൻ ശാപങ്ങൾ, ആ പാട്ട് 2006 നവംബർ മാസം 10 വൈകിട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. രാത്രി എൻ്റെ ആദ്യ ഭാഗം. ജീവിതത്തിലെ വലിയ കഷ്ടതയിൽ ഞാൻ എഴുതിയൊരു പാട്ടാണ്. പക്ഷേ ഞാനൊരു 100-500 പാട്ട് ലിറിക്സ് ചെയ്തിട്ടുണ്ട്, 10-200 പാട്ട് ലിറിക്സ് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് അവസാനം ഒരുപാട് പേര് പാടി ആശ്വസിക്കുന്നു. ഒടുവില് നമ്മുടെ ഈ ആഫ്രിക്കയിൽ ഒരു ബാൻഡ്, ലേഡീസ് ബാൻഡ് അത് ഇൻസ്ട്രുമെന്റിൽ വായിച്ചു. അപ്പൊ അത്രയ്ക്കത് എല്ലാവരും പാടി. അതെന്റെ ജീവിത അനുഭവമാണ്. അതിൽ ഓരോ വരികളും ദൈവം എന്നോട് കൃത്യമായി സംസാരിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? എന്താ എത്ര വിശദീകരിച്ച് പറയാൻ കാര്യം?
തീർച്ചയായിട്ടും ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവമായി നമുക്ക് മാറണം എന്നുള്ള ഒരു ചിന്ത ഞാൻ വെച്ചിട്ട് വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് മടങ്ങി വരുന്നു. ശ്രദ്ധിക്കുക, വായനക്കാരന്റെ പേര് എഴുതുന്ന എന്നുള്ളത് ഒരു യവനായ ലേഖന ശൈലിയാണ്. ഇനി ഗ്രീറ്റിംഗ്സ്, നമ്മളൊക്കെ ആണെങ്കിൽ അത്ര വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും പ്രിയമുള്ള, എൻ്റെ ഏറ്റവും അടുത്ത, പിള്ളേരൊക്കെ എഴുതുവാണെങ്കിൽ എൻ്റെ ചക്കരക്കുട്ടെന്ന് അറിയുന്നതിന് അല്ലേ, നമ്മളൊക്കെ അങ്ങനെ എഴുതത്തില്ലേ? ഇപ്പൊ എല്ലാം മെസ്സേജ് അയക്കും അല്ലേ? ഇപ്പം എഴുത്തിന്റെ ഞാൻ തന്നെ ഒരു പുസ്തകം മുഴുവൻ എഴുതി തീർത്തത് ഈ മൊബൈലിനകത്ത് കൂടിയാ. ഞാൻ വേർഡിനകത്ത് എന്ത് ചെയ്യാൻ ഇപ്പം ഞാനിപ്പോ എല്ലാം പറയുക, അന്നേരം എഴുതുക. ഇപ്പൊ ഒരാളുടെ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുക, എനിക്ക് വോയിസ് അയച്ചു തരും, ഞാനത് കേട്ടിട്ട് എന്ത് ചെയ്യുക, അന്നേരം തന്നെ ആ വാട്സപ്പിനകത്ത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. എഴുത്തിന്റെ നമ്മൾ ഈ കൈ എഴുതുന്ന മറന്നുപോയി. ഇപ്പം നമ്മളെല്ലാം ഒരു കുറച്ചും കൂടെ മെറ്റാലിക്കലായി, ഇപ്പം നമ്മളൊരു യാന്ത്രികമായിട്ട് എഴുതുന്ന രീതിയിലേക്ക് വന്നു. എങ്കിൽ പോലും നമുക്ക് ഏറ്റവും പ്രിയമുള്ളവരാണെങ്കിൽ, ഇപ്പം തന്നെ ഈ ഈ നമ്മുടെ എക്സ്പ്രഷൻ ഇപ്പം ഇമോജിയുടെ കാലം അല്ലേ? ഇമോജി അല്ലേ അയക്കുന്നത് അല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ, വെറുപ്പാണെങ്കിൽ, വിദ്വേഷമാണെങ്കിൽ, ആശ്വാസമാണെങ്കിൽ, സന്തോഷമാണെങ്കിൽ, സങ്കടമാണെങ്കിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇമോജി ഉണ്ടാക്കിയിട്ടിരിക്കുക അവര്, ഈ മെറ്റാക്കാര്. കൊള്ളാം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു ലേഖനത്തിന്റെ ഈ യവനായ ലേഖന ശൈലിയാണ് ഗ്രീറ്റിംഗ്സ്, വന്ദന വാചകം പറയുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രീറ്റ് ചെയ്യുക. പൗലൂസിന്റെ എല്ലാ രീതിയിലും നമ്മൾ വായിച്ചാൽ എല്ലാ ലേഖനങ്ങളിലും അത്തരത്തിലുള്ള അനുവാചനം, വന്ദനാവാചകം കാണാം. ഇനി വായനക്കാരനെ വെളിപ്പെടുത്തുന്ന സെയിൻസ്, വിശുദ്ധന്മാരെന്ന പേരിലാണ് പൗലൂസ് അഭിസംബോധന ചെയ്യുന്നത്. ഇനി അഭിനന്ദനങ്ങൾ ഒരു യവനായ ലേഖന ശൈലിയാണ്. പൗലൂസിന് ഈ അഭിനന്ദനങ്ങൾ, കോംപ്ലിമെന്റ്സ് പറയുന്ന ധാരാളം ഭാഗങ്ങൾ കാണാൻ കഴിയും. ഇനി അതിന്റെ ഉള്ളടക്കം ശ്രദ്ധിക്കണം. ഒരു ലേഖനത്തിന്റെ ഏറ്റവും കാമ്പ് എന്ന് പറയുന്നത്, അതിന്റെ ക്രീം ഓഫ് ദി എപ്പിസ്റ്റൽ, ക്രീം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളടക്കം എന്താണ് പറയാൻ ആഗ്രഹിച്ചത് അത് കൃത്യമായി വിവരിക്കുക എന്നുള്ളത്. അപ്പൊ അത് തന്നെ പൗലൂസ് തന്റെ പൗലൂസിന്റെ പദത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പഠിക്കേണ്ടത് ലേഖനങ്ങളാണ്. ഞാൻ മറ്റൊന്നും പഠിക്കണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം കേട്ടോ. നമുക്കിപ്പം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനും നമുക്ക് കേൾക്കാനും ഒരു സുഖവും ഒരു വൈകാരികമായ സംതൃപ്തിയൊക്കെ നമുക്കുണ്ടാകുന്നത് ദാവീദും ഗോലിയാത്തും ഉപവാസ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഹന്നയുടെ കണ്ണുനീരിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെങ്കിൽ അത് കൃത്യമായി നമ്മൾ നന്നായി വിവരിക്കാമെങ്കിൽ, ഹാഗാറിനെ കുറിച്ച് കൃത്യമായി ഒന്ന് പറഞ്ഞ് കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് മാറിയെന്ന് കരയുന്ന ഭാഗമൊക്കെ ഒരു വൈകാരികമായ തലങ്ങൾ സൃഷ്ടിച്ച് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി പറയാമെങ്കിൽ എല്ലാവരും കരയും, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ നല്ല ആർജവം ഉണ്ടാകുന്നത്, തൻ്റെ ഇടം ഉണ്ടാകുന്നത്, നമുക്ക് ശക്തി ഉണ്ടാകുന്നത്, നമ്മൾ കൃത്യമായി പറയേണ്ടത് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ഉപദേശപരമായിട്ടോ താർക്കികപരമായിട്ടോ പിന്നെ തത്വചിന്താപരമായിട്ടോ എത്തിക്കലായിട്ടോ അല്ലെങ്കിൽ ധാർമ്മിക ഉപദേശമായിട്ടോ ഒക്കെ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ നമ്മൾ വായിച്ച് നന്നായി പഠിക്കണം. ഈ ലേഖനങ്ങളൊക്കെ വാസ്തവത്തിൽ ധാർമ്മിക ഉപദേശങ്ങളാണ്. ഉപദേശത്തിന്റെ ഒരു ക്രീം ഓഫ് ദി ബൈബിൾ എന്ന് പറയുന്നത് ഈ ലേഖനങ്ങളിലൂടെയാണ്. അപ്പം ശ്രദ്ധിക്കുക, പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു യവനായ ചിന്തയിൽ നിന്നും കടമെടുത്ത ഒരു ഭാഗമാണ്. ഇനി അടുത്തത് ഫൈനൽ ഗ്രീറ്റിംഗ്സ്, അവസാനത്തെ അന്തിമ വാചകം. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം അത് ഉദാഹരണമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പൗലൂസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇന്നയാൾക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു, ഇന്നയാൾക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് താനത് അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കുക, അപ്പം പൗലൂസിന്റെ ലേഖനങ്ങളിൽ യവനായ ചിന്തകളുടെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഉദ്ബോധനം കാണാൻ കഴിയും. ഇനി അടുത്തത്, പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപദേശപരമായ ഡോക്ട്രിനൽ, അതുപോലെ തന്നെ പ്രായോഗികമായ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എത്തിക്കലായ കാര്യങ്ങൾ. അപ്പം പൗലൂസിന്റെ ലേഖനത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ ചിന്തിക്കുന്നത് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തയാണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ദൈവശാസ്ത്ര ഉപദേശങ്ങളും തത്വങ്ങളും ചിന്തകളും പറഞ്ഞു പഠിപ്പിക്കാൻ താൻ ശ്രമിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ. ഒന്ന്,
അല്ലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ. ഒന്ന് ഉപദേശപരമായ തിയറിക്കൽ അല്ലെങ്കിൽ ഉപദേശപരമായ ഡോക്ട്രിനൽ ആയ ഒരു ഭാഗം താൻ എപ്പോഴും പറയുന്നുണ്ട്. രണ്ടാമത് അതിന്റെ പ്രാക്ടിക്കൽ പ്രായോഗിക വശം അല്ലെങ്കിൽ അതിന്റെ ധാർമ്മിക വശം. നമുക്കറിയാം, നമുക്കെല്ലാം ഒരു ഭയങ്കര ഭാരമുള്ള ആൾക്കാരാണ് അല്ലേ? നിങ്ങൾക്കെല്ലാം ഭാരമില്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഭാരം? നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി എന്തുവാ ഭയങ്കര ഭാരമാണ് നമുക്ക് അല്ലേ? ഞങ്ങളുടെ അടുത്തൊരു ഒരു സഭയുണ്ടേ. സഭ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. സഭ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത്. ഞാനങ്ങ് പറഞ്ഞു പോകും. എല്ലാ വർഷവും ഒരാഴ്ചത്തെ അല്ലെങ്കിൽ എല്ലാ മാസവും അവര് മുറ്റത്ത് കൺവെൻഷൻ വെക്കും. അതുപോലെ തന്നെ അവര് പരസ്യയോഗം നടത്തും, ആളാം പ്രതിവേല നടത്തും. സഹോദരിമാരുടെ പങ്ക് ഒരു ഭാഗം, സഹോദരന്മാര് പാസ്റ്ററും കുടുംബവും എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര ഒരു സുവിശേഷീകരണമുള്ള ഒരു സഭയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അങ്ങനെ സുവിശേഷീകരണം പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞൊരു കാര്യം, അയ്യോ നിങ്ങളുടെ സഭ ഇതല്ല, നിങ്ങൾക്ക് പറ്റിയ സഭ ഇതല്ല. അപ്പൊ നിങ്ങളുടെ സഭ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സഭയുണ്ട്. അപ്പൊ നേരെ കഞ്ഞിക്കുഴി വന്നാൽ അവിടെ ഒരു സഭയുണ്ട്, അവിടെ കയറാൻ വേണമെങ്കിൽ ഞങ്ങളുടെ സഭ നമ്മുടെ ഫിലഡൽഫിയ കയറാം. അത് കഴിഞ്ഞ് വേറെ അപ്പുറം ഒരു സഭയുണ്ട്, അവിടെ വേണമെങ്കിലും പോകാം. തൽക്കാലം ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് പോവാതെ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെക്കാൾ വിലയേറിയ ആത്മാവ് കുടികൊള്ളുന്ന ആ വലിയ ആത്മാവിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഭാരം. പക്ഷെ ആത്മാവ് കുടികൊള്ളുന്ന ദേഹത്തെ നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ കഴിയും? ആലോചിച്ച് നോക്കി. നമ്മൾ പറയുന്ന ഓരോ തത്വത്തിനും ഒരു പ്രായോഗികത ഇല്ലെങ്കിൽ, പ്രായോഗിക വശമില്ലെങ്കിൽ, നമ്മുടെ ഉപദേശം കേവലം അധരചർവണമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ വിളമ്പുന്ന ഉപദേശങ്ങൾക്ക് ഒരു പ്രായോഗിക വശമില്ല എങ്കിൽ കേവലം അധര അഭ്യാസമായത്, അധരചർവണമാണ്. അധര അഭ്യാസം, അധരം കൊണ്ട് നടത്തുന്ന ചില അഭ്യാസ പ്രകടനമായി മാത്രമേ ഇതിനെ പരിഗണിക്കാൻ കഴിയൂ. പൗലോസ് പറഞ്ഞതാണ്, ഒരു ഭാഗത്തെ തിയറി പറയുമ്പോൾ തന്നെ അതൊരു പ്രാക്ടിക്കൽ, ഒരു പ്രായോഗിക വശം ഉണ്ടാവണം. ശ്രദ്ധിച്ചേ, അതിന് ഉദാഹരണമായിട്ട് ഗലാത്യ ലേഖനം നമ്മൾ 1 മുതൽ 4 വരെ പരിശോധിച്ചാൽ, ഈ പൗലോസിന്റെ ലേഖനങ്ങൾ അല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ദൈവശാസ്ത്രമായതുകൊണ്ട് എല്ലാ ഭാഗം എടുത്ത് പറയാനുള്ള സമയം നമുക്കില്ല. എങ്കിലും ഇതിനെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച ഈ ഗലാത്യ ലേഖനം പ്രത്യേകിച്ച് എടുത്താൽ അതിന്റെ ഉപദേശപരമായ കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞങ്ങോട്ട് പഠിപ്പിക്കുന്നത് തന്റെ അപ്പോസ്തോലികത്വം എന്താണെന്ന് താൻ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോസ്തോലികത്വം തനിക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഒപ്പം തന്നെ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന, ഞാൻ പറഞ്ഞല്ലോ ആദിമസഭയിലെല്ലാം സങ്കര സംസ്കാരമുള്ള ഒരു കൂട്ടം ആളുകൾ ഈ സർക്കംസിഷൻ അഥവാ അഗ്രചർമ്മം പരിച്ഛേദനയെ സംബന്ധിച്ച് വീറോടുകൂടി അതിനുവേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടമാണ്. കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിശ്വാസി വന്നിട്ട് പോലും അതിനെ വിടാനുള്ള ഒരു വൈഷമ്യം. നമുക്കറിയാം, ഈ ഓർത്തഡോക്സ് ബിലീവേഴ്സ്, അതായത് ഈ പട്ടത്വ സഭകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ആളുകൾ വിശ്വാസത്തിലോട്ട് വന്ന്, നിങ്ങളത് ശ്രദ്ധിക്കാം, നിങ്ങൾ 1-2 മാസം അവരുടെ ആദ്യത്തെ വിശ്വാസ ചുവടുവെപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ വീട്ടിൽ നിന്ന് പറഞ്ഞ അന്നേരം ഓട്ടോമാറ്റിക്കലി അവർ കിഴക്കോട്ട് തിരിയും, ഇല്ലേ? അല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് വരെ, 2 മാസം മുമ്പ് വരെ എന്ത് ചെയ്യുക, അവർ പ്രാർത്ഥിച്ച ആ നടപടിക്രമങ്ങളെ ഓട്ടോമാറ്റിക്കലി സ്വീകരിക്കാനുള്ള അവർ മറന്ന് അതിനെ ഉപേക്ഷിച്ച് സ്നാനപ്പെട്ടതാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ടെൻഡൻസി, പെട്ടെന്ന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഈ പൗലൂസ് സഭകൾ സ്ഥാപിക്കുന്നു, അവിടെ നിന്നും സഞ്ചരിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു, അവിടെ ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുന്നു, ഒപ്പം തന്നെ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുന്നു. അവിടെ മറ്റൊരു കാര്യം, ഈ സങ്കര സംസ്കാരവും വിശ്വാസ പ്രമാണവും ഉള്ള ആളുകളായതുകൊണ്ട്, ശ്രദ്ധിക്കണം, ആളുകളായതുകൊണ്ട് പ്രായേണ അവരിലേക്ക് ഇത്തരത്തിലുള്ള, അവർ ഉപേക്ഷിച്ചതാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും ഈ തത്വസംഹിതയുമൊക്കെ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമൊക്കെ ഈ വീണ്ടും കടന്നു വരാനുള്ള ഒരു സാധ്യത എന്ത് ചെയ്യാറുണ്ട്?
ശ്രദ്ധിക്കണം. അതിന് കാരണം ഈ ഒരു വിഷ്വലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിഷ്വലൈസ് ചെയ്യപ്പെടുന്ന കാര്യം. ഞാൻ ഈ ആത്മീയാത്ര ടെലിവിഷന്റെ പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് ഒരു 10-12 വർഷം വർക്ക് ചെയ്തതാണ്. ഒരു 40 പ്രോഗ്രാം അവിടെ ചെയ്തു. പാട്ടുകളുടെ പരിപാടി, ഡോക്യുമെന്റുകൾ, ടെലിഫിലിം എന്ന് വേണ്ട എല്ലാ പരിപാടികളും. അതേസമയം തന്നെ അവരുടെ റേഡിയോയിൽ ഞാൻ വർക്ക് ചെയ്തു. ഒരു 375ഓളം റേഡിയോ നാടകം, അതായത് നമ്മുടെ കാടൻ ചെയ്ത, അങ്ങനെ വേണോ നമ്മൾ അഭിസംബോധന ചെയ്യും, കാരണം നമ്മളെ ഊട്ടിയാണ്, അതുകൊണ്ട് കാടൻ ചെയ്ത മോറോന്മാർ ഇഗ്നാത്യോസ് അത് തന്നെ പ്രഥമൻ വൻ എന്ന് പറഞ്ഞാൽ KP യോഹന്നാൻ എന്ന തിരുമേനി പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നാടകം, ഒരു ചിത്രീകരണം 7 മിനിറ്റ് അല്ലെ 8 മിനിറ്റ് 10 മിനിറ്റ് താഴെ, അത് ഒരു 375ഓളം ഞാൻ എഴുതി. അപ്പം ഈ നമ്മൾ ഈ റേഡിയോ നാടകം കേട്ടുള്ള ആളുകളാണ്. ചില ആംബിയൻസ് സൃഷ്ടിച്ചാണ് ഒരു സംഭവം ഉണ്ടാകുന്ന. ഒന്നെങ്കിൽ ഇന്നലെ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി എടുത്തു പറയുകയോ, ഒരു സംഭവം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നിക്കുകയോ, അവിടുത്തെ ചാടി ഇറങ്ങുന്നതിൻ്റെ കുറെ ആംബിയൻസ് ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഈ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് റേഡിയോ നാടകത്തിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ആംബിയൻസ് ഉണ്ടാകാനുള്ള എല്ലാം എഴുതി വെച്ചിട്ടാണ് നമ്മൾ ഡബ് ചെയ്ത് ഉണ്ടാക്കുന്നത്. പിന്നീട് അതിന്റെ റീമ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം. പക്ഷേ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. പെട്ടെന്ന് വളരെ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ നമ്മളെയൊക്കെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ ഇതിന് അഡിക്റ്റ് ആയി പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കുറ്റം പറയല്ല കേട്ടോ, നമ്മുടെ ഈ എന്താണ് പറയാ, ഈ പൗരോഷന് വരുന്ന ഒരു കോവിഡ് സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു വീട്ടിലെ സഭായോഗം അല്ലെ, നമ്മുടെ സഭായോഗം ഉണ്ടെങ്കിലും അത് കയറാതെ എന്ത് ചെയ്യാ, വീട്ടിലെ സഭായോഗത്തിന് ഇപ്പോഴും ആൾക്കാർ കയറുന്നുണ്ട്. അത് വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ അവരുടെ കരച്ചിലും അവരുടെ ബഹളവും അവർ പറയുന്നതും ഒക്കെ എന്ത് ചെയ്യാ, ഇങ്ങനെ കാണാൻ ഒരു ചെറിയൊരു കൗതുകം മാത്രമല്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്ന് പതിയും. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയും പറയാൻ കാര്യം, ഈ അന്നത്തെ ആളുകളെല്ലാം കണ്ടും കേട്ടും ആരാധിച്ചിരുന്ന ഒരു സമൂഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിൽ രൂപീകൃതമായ വിശ്വാസം, ശ്രദ്ധിച്ചേ, ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ, തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിൽ രൂപീകൃതമായ ഒരു വിശ്വാസ പ്രഖ്യാപനം അല്ലേ? അങ്ങനെയല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെയും സ്വർഗം കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് വരെയും ക്രിസ്തുവിനെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് വരെയും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ മൂലാധാരമായി നമ്മൾ ഉച്ചൈശ്വരം വിളിച്ചു പറയാം, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ഉറക്കെ പിടിക്കുന്ന പലതും നമ്മുടെ ഈ സെലസ്റ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നഗ്നമായ നേത്രം കൊണ്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതെല്ലാം അനുഭവമാണ്. നമുക്കെല്ലാം അനുഭവമാണ് അല്ലേ? ദൈവം നമ്മോട് സംസാരിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നു, പിന്നെ നമ്മൾ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു, പിന്നെ ക്രിസ്തു ജീവിച്ചിരുന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഇനി വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം ബോധ്യങ്ങളാണ്. യാഥാർത്ഥ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസ് നമുക്ക് നൽകുന്ന ചില സൂചനയല്ല, ഉറപ്പ്, യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ രൂപീകൃതമായ ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ കണ്ടാരാധിച്ച ആളുകൾക്ക് ഇതൊക്കെ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കുറച്ചും കൂടെ എന്ത് ചെയ്യും, കാര്യദൈർഘ്യം എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ആദിമകാലങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു തത്വത്തിനൊരു പ്രായോഗിക വശമില്ല എങ്കിൽ അത് കൃത്യമായി അത് ദുരുപദേശമായി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ കൃത്യമായി തന്റെ ഉപദേശം പറയാനിടയായി. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, പൗലോസ് ഒരു ധാർമ്മിക ഉപദേശം എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ക്രിസ്തു വിശ്വാസി തന്റെ വിശ്വാസ പ്രഖ്യാപനം ശരിയായി നടത്തുന്നത് തന്റെ ധാർമ്മികത സൂക്ഷിക്കുന്നതിലൂടെയാണ് അല്ലേ? നന്നായി ബീഡി വലിക്കുന്ന ഒരാള് അല്ലേ, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു കെട്ട് ബീഡി അല്ലെങ്കിൽ ഒരു കൂട് ബീഡി വലിക്കുന്ന ആള് കുറച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു ബീഡിയായിട്ട്
ലേക്ക് ചുരുങ്ങുന്നതാണോ വാസ്തവത്തിൽ മാനസാന്തരം? അല്ല. നമ്മൾ ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെട്ട് ഭയങ്കര മദ്യപാനിയായ ആള് പിന്നെ ബാറ് കണ്ടാൽ പുള്ളി എന്ത് ചെയ്യും? പുള്ളിക്ക് അങ്ങ് ആകെ ഒരു വിരക്തി. ചുരുക്കം പറഞ്ഞാൽ, ഇന്നലകളിൽ നമ്മളെ സന്തോഷിപ്പിച്ച, നാം ശരിയാണ്, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട പലതിനോടും യാത്രാമംഗളങ്ങൾ ചൊല്ലി, യാത്രാമൊഴി ചൊല്ലി എന്നേക്കുമായി വിട പറഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രഖ്യാപിക്കുന്ന ധാർമ്മികതയാണ്, അല്ലെങ്കിൽ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിക്കുന്ന ജീവിതചര്യയാണ് ശരിയായി നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. സഹോദരന്മാര് കമ്മലും മാലയും ധരിക്കാത്തത് കൊണ്ട് മാത്രമാണോ അവരൊരു പെന്തക്കോസുകാരിയാണെന്ന് ആളുകൾ പറയുന്നത്? ആണോ? ഞങ്ങൾ ആത്മയാത്രയിൽ ജോലി ചെയ്യുമ്പം 4 പെന്തക്കോസുകാരും ബാക്കിയെല്ലാം കത്തോലിക്കരും, ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിംസ് ഇല്ല, ബാക്കി എല്ലാ ആളുകളും ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ തിരുവരി വരുമ്പോൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? കൈമുത്തും. അപ്പൊ എൻ്റെ കൂടെ ആദ്യം വന്നപ്പോ ഞാൻ ചെന്ന് കൈ കൊടുത്തിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു. ആർക്കാ? വലിയ തിരുമേനിക്കും. പുള്ളി എനിക്കിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, എടാ നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഉണ്ടാക്കാൻ ഞാൻ മാറി നിന്ന് പോകാൻ നേരത്തിന് ചോദിച്ചടാ നീ ഏത് സമയം? ഞാൻ പറഞ്ഞു ഞാൻ IPC. IPC ആണ്. എന്തൊക്കെ കാണും? അതെ. എനിക്ക് തോന്നി നീ സ്തോത്രം പറഞ്ഞപ്പോഴേക്ക് തോന്നിന്നു. പിന്നീട് പുള്ളി അടുക്കെ ചെല്ലുമ്പം നമ്മൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യാൻ ചെല്ലും. നമ്മുടെ ബിലിവേഴ്സിന്റെ ഹോസ്പിറ്റലിന്റെ തറക്കല്ലിട്ടത് മൂലം അവസാനം വരെ എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഷൂട്ടും ഞാൻ നടത്തിയിട്ടുണ്ട്. പുള്ളിയുടെ മെയിൻ പ്രോഗ്രാം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരമൊക്കെ ചെല്ലുമ്പം പിന്നെ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഈ കൈമുത്തുന്ന പരിപാടി ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ചെല്ലുമ്പോഴേ പുള്ളി ഒന്നെങ്കിൽ തലയെ പിടിക്കുക, അല്ലെങ്കിൽ ദേഹത്ത് പിടിച്ച് തോളെ പിടിച്ച് എന്നാ വിശേഷം, സുഖമായിരിക്കുന്നു, ശമ്പളം കിട്ടുന്നുണ്ടോ, എന്ത് ചെയ്യുക, ഫാമിലി എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിശേഷം തിരക്കും. ഇപ്പോഴത്തെ അധ്യക്ഷൻ ശമൽ മാത്യു തിരുമേനി, ഇപ്പം വേറെ പേരൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം മുഴുവൻ ഞാനാണ് എടുത്തത്. അപ്പം അദ്ദേഹവും പുള്ളി ഇങ്ങനെ കൈ കൊണ്ട് എപ്പം പോലെ ഇങ്ങനെ ഈ മോതിരമില്ല ഇട്ട് ഇങ്ങനെ, ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയാൻ വയ്യാത്ത കാര്യം, എങ്കിലും ഞാനങ്ങ് പറയാം, നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പം ഇതേ കാര്യം തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മളൊരു ബന്ധക്കോസ് ആണെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. മേക്കപ്പ് റൂമിൽ ഞാനും അദ്ദേഹവും മേക്കപ്പ് മാനും മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചാൽ നമ്മുടെ ഡിസ്കഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ക്യാമറ എത്രയുണ്ട്, ഇങ്ങനെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതാണ് നമ്മൾ പറയേണ്ടത്, ഈ പോയിന്റ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ വെച്ചാൽ, ഡിസ്കഷൻ അവിടെ വെച്ചാൽ പുള്ളിയെ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പം ആരുമില്ല. എനിക്ക് വേണമെങ്കിൽ കൈമുത്തിയ ഒന്നും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാ അറിയത്തില്ല. പക്ഷേ ഞാനൊരു പെന്തക്കോസ് വിശ്വാസിയാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അദ്ദേഹത്തോട് ആദ്യം തന്നെ എൻ്റെ നിലപാട് അങ്ങ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞ ഇത്രയും ഉള്ളൂ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പരസ്യമായിട്ട് നടത്തുന്ന പ്രഭാഷണം കൂടിയല്ല, നമ്മളാരും മൗനമായി നമ്മുടെ ജീവിതം കൊണ്ട്. ഒരു സ്തോത്രം പറയാമോ എല്ലാവരും? Praise the Lord. Hallelujah. ഇതിങ്ങനെ നോട്ട് കൃത്യമായിട്ടതെല്ലാം ഈ നോട്ടുകാരൻ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പം വിശദമായിട്ട് നോട്ട് തരാം. ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, നമ്മളാണ് ചെന്ന് ടൂലേക്ക് ഞാൻ ഒരു ബന്ധക്കോസുകാരനെ കാണുന്നുണ്ടോ, ഞാൻ ഒരു ബന്ധക്കോസുകാരാണെന്ന് പറയാറുണ്ടോ? ഇല്ല. മറിച്ച് നമ്മുടെ ഉപദേശം നമ്മുടെ സ്വന്തം മൗനമായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുന്നതും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു തത്വം, ഒരു വിശ്വാസം, ഒരു പ്രമാണം നമ്മുടെ ഉള്ളിൽ പതിയണമെങ്കിൽ, ഒരു ഡോക്ട്രിൻ, ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ പതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യക്ഷമായ പ്രകടനം നമ്മൾ നടത്തണം എന്നാണ് പൗലൂസിന്റെ വാദങ്ങളും. അതാണ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. ഇനി ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൗലൂസിന്റെ യാത്രകൾ, തന്റെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ട്രാവലോഗ്, യാത്രാ വിവരണങ്ങൾ. ഞാൻ ഇന്നോടത്ത് പോയി, ഞാൻ അവിടെ ചെന്നു, ഇവിടെ ചെന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ സംസാരിച്ചു, അവരോട് എതിർത്തു എന്നൊക്കെ പറഞ്ഞ് താൻ നടത്തിയിട്ടുള്ള യാത്രാ വിവരണങ്ങൾ എന്തെന്നറിയാം കൃത്യമായി താൻ വെളിപ്പെടുത്തുന്നു. അതിലൂടെ താൻ പറയാൻ ആഗ്രഹിക്കുന്നതും, എന്ന് പറയുന്നത്
നമുക്കൊരു സ്വകാര്യ സ്വത്ത. ശ്രദ്ധിച്ചേ, ക്രിസ്തു നമുക്കൊരു സ്വകാര്യ സ്വത്ത. പക്ഷേ ക്രിസ്തു ഒരു പൊതു മുതലാണെന്ന് ആരെ പറയുക? ഇതിലൂടെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കിയത് പോലെയോ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെയോ എന്റെ ക്രിസ്തുവിനെ പോലെയല്ല നിങ്ങളുടെ ക്രിസ്തു. കേൾക്കാനില്ല. കറണ്ട് പോയോ? ഇപ്പൊ കേക്കാവോ? കേക്കാവോ? ഓക്കെ. ഓക്കെ കറണ്ട് പോയത്. ഇവിടെ ഭയങ്കര മഴയാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ക്രിസ്തുവിനെ പോലെയല്ല നിങ്ങളുടെ ക്രിസ്തു. നിങ്ങളുടെ ക്രിസ്തുവിനെ, നിങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ പോലെയല്ല ഞാൻ അറിഞ്ഞത്. ഞാൻ സ്വീകരിച്ച ഒരു നയമുണ്ട്, ഞാൻ സ്വീകരിച്ച ഒരു രീതിയുണ്ട്, എനിക്ക് എന്റേതായിരിക്കുന്ന ഒരു 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 രീതിയുണ്ട് ക്രിസ്തുവിനെ അറിയാനും മനസ്സിലാക്കാനും ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഒരു രീതി. പക്ഷേ അതുപോലെ ആയിരിക്കില്ല നിങ്ങൾ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്റെ സ്വകാര്യ സ്വത്തായി ഞാൻ ക്രിസ്തുവിനെ എന്റെ മാറോട് ചേർക്കുമ്പോൾ, എന്റെ വിശ്വാസ പ്രഖ്യാപനമായി ഞാൻ പറയുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ വരയ്ക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ പഠിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ പറയുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് എത്രത്തോളം അതിന് എന്റെ ശൈലിയിൽ വിവരിക്കാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്ന അങ്ങനെയായിരിക്കും. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വകാര്യ സ്വത്തായി ക്രിസ്തുവിനെ നിങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ പരിചയപ്പെട്ട പോലെ ആയിരിക്കില്ല. എന്നാൽ നമുക്കെല്ലാം ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പൊതു മുതലാണ്, പൊതു സ്വത്താണ് ക്രിസ്തു. ശ്രദ്ധിച്ചേ, പൗലോസ് 1, 2, 3 മിഷണറി യാത്രകൾ നടത്തി. ഈ മിഷണറി യാത്രകളിലൂടെ എല്ലാം താൻ പറഞ്ഞതും പങ്കുവെച്ചതുമെല്ലാം ക്രിസ്തുവെന്ന, താൻ കണ്ടെത്തിയ ക്രിസ്തുവെന്ന ആ സത്യത്തെക്കുറിച്ചാണ്, ആ ധർമ്മത്തെക്കുറിച്ചാണ്, ആ വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ വിശ്വാസമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്, വിശ്വാസത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പം കൃത്യമായി താൻ അടയാളപ്പെടുത്തിയത് മുഴുവൻ എല്ലായിടങ്ങളിലും പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ പറയുന്നതിന് അല്പം വ്യത്യാസമുണ്ട്. ഞങ്ങൾക്കൊരു മ്യൂസിക് ടീമുണ്ട്. അതുമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എന്നൊരു ഒരു യോഗ നടത്താൻ വേണ്ടി ചെന്നു. ഒരു പ്രോഗ്രാം ചെന്നതാണ്. അപ്പം ഒരു അങ്ങനെ നമ്മുടെ കന്യാകുമാരി അടുത്ത് എന്നോട് ചേർന്നുള്ള ഒരു സഭയില്. അപ്പൊ ഞങ്ങൾ ഞാൻ പ്രസംഗിച്ചു വേണ്ടി ഇവിടെ വന്ന ഒരാള് സാക്ഷി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥലപ്പേര് പറഞ്ഞപ്പം അവിടെ ആൾക്കാർ മുഴുവൻ അങ്ങ് തിരിച്ചു. കോട്ടയത്തുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങിയപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ പറ്റി, എന്താ പാസ്റ്റർ ഞാൻ എല്ലാവരും തിരിച്ചെന്ന് പറഞ്ഞു. കേൾക്കാവോ അല്ലേ? കേൾക്കാവോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല. ഓക്കെ, ശരി. ഞങ്ങൾക്കൊരു മ്യൂസിക് ടീമുണ്ട്. ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട്, ഞാനൊരു 10-17 വയസ്സ് മുതൽ മ്യൂസിക് ടീമുമായിട്ട് നടക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടി അങ്ങ് ഈ കന്യാകുമാരി അടുത്ത്. അപ്പൊ അവിടെ ചെന്നപ്പം നമുക്കറിയാം, അവിടെ ഒരു കൾച്ചർ വ്യത്യാസമാണ്, അവിടുത്തെ ഭക്ഷണ രീതി വ്യത്യാസമാണ്, എല്ലാം കൊണ്ട് വ്യത്യാസം. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന കോട്ടയത്തിനടുത്തുള്ള, ചിങ്ങമത്തിനടുത്തുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സ്ഥലത്തെ കുറിച്ച് ഞങ്ങളോട് തബല വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സർക്കാരിനാണെന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്ന് സകല പുള്ളികളും ചിരിച്ചു. എല്ലാവരും ഭയങ്കര ചിരി. കുറെ പേര് വാ പൊത്തുന്നു, കണ്ണ് പൊത്തുന്നു, ചിലവര് പെണ്ണുങ്ങളെല്ലാം കൂടി സാരിയിട്ട് മൂടി ഭയങ്കര ചിരി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം പാസ്റ്റർ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ണാൻ നേരത്ത് പറഞ്ഞു, അതായത് എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞ ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഇവിടുത്തെ ഏറ്റവും വലിയ അശ്ലീലമാണെന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ അശ്ലീലമാണ് ഈ പ്രദേശത്ത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഈ പറയാൻ കാര്യം, ഭാഷ കൊണ്ട് എല്ലായിടത്തും വ്യത്യസ്തം, സംസ്കാരം കൊണ്ട് വ്യത്യസ്തം, അല്ലെ, രീതി കൊണ്ട്, ജീവിതചര്യ കൊണ്ട് വ്യത്യസ്തം.
ലോകത്തിൽ എന്നാൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഏക തത്വമായി ക്രിസ്തുവിനെ അവതരിപ്പിച്ചത് ഈ ലേഖനങ്ങളിലൂടെ താൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. താൻ പറയുന്ന തത്വങ്ങളുടെ ആധികാരികത, സർവലൗകികതയാണ് ഞാൻ ഈ പറഞ്ഞത്. യവനനും സ്വീകരിക്കാൻ പറ്റും, അവന്റെ സംസ്കാരത്തിനും ഇത് ഉൾക്കൊള്ളാൻ പറ്റും. ഗ്രീക്കുകാരനും റോമാക്കാരനും പറ്റും, ഗ്രീക്കുകാരനും പറ്റും, പിന്നെ യഹൂദനും പറ്റും, സകല ജാതികൾക്കും പറ്റും, സങ്കര സംസ്കാരമുള്ള ആളുകൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക തത്വം എന്ന് പറയുന്നത് ഇതാണെന്ന് തൻ്റെ ട്രാവലോടുകൂടി എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് സാധാരണ ഒരു യോഗം വെച്ചിട്ട് അവസാന ദിവസം നമ്മൾ യോഗം വെക്കുമ്പോൾ തന്നെ നോട്ടീസിന്റെ കൂടെ നമ്മൾ ഈ തീരുമാനക്കാർഡ് അടിക്കും, അല്ലേ? എല്ലാ കമ്മിറ്റി കൂടി തീരുമാനിച്ച 1000 തീരുമാനക്കാർഡ് അടിക്കാന്ന് വെച്ചപ്പം അച്ഛൻ പറഞ്ഞു എത്ര അടിക്കണ്ടേ, കാരണം അത്രയും പേരൊന്നും രക്ഷിക്കപ്പെടത്തില്ല. അതായത് ഒരു 500 വേണ്ട, ഒരു 100 അടിച്ചാൽ മതി, അല്ലേ? ഇവരെല്ലാം കൂടെ രക്ഷിക്കപ്പെട്ട് സഭയിലോട്ട് വന്നവരുടെ ഗതികേട് ആലോചിച്ച് നോക്കി. പലരെയും പല സഭയിലേക്കും വിടണം, അല്ലേ? അപ്പം നമ്മൾ ആദ്യം തീരുമാനക്കാർഡ്, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇതൊക്കെ പറയുന്നു. അങ്ങനെ യോഗം വെച്ച് അവസാനം ഇപ്പം ലേലം വിളിക്കുന്ന പോലെ ആരുണ്ടെന്ന് പറഞ്ഞ അവസാനം 2 3 പേര് കൈവയ്ക്കാൽ നമ്മൾ കാർഡ് കൊണ്ട് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി നമ്മൾ സഭയിലേക്ക് കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണോ വാസ്തവത്തിൽ പൗലൂസ് ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആളുകളെ വന്നത്? തന്നോട് എതിർപ്പെട്ട ആളുകളൊക്കെ സാധാരണക്കാരാണോ? ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംസ്കാരമുള്ള ആളുകൾ, ഭാഷാപരമായി വ്യത്യസ്തതയുള്ള ആളുകൾ, യഹൂദനിൽ ജനിച്ച ക്രിസ്തു എന്ന സർവലൗകിക തത്വത്തെ ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കത്തക്ക നിലയിൽ പൗലൂസ് ഇത് എഴുതാൻ കാര്യം, ഈ ട്രാവലോഗ് എഴുതാൻ, ഈ യാത്രാവിവരണം എഴുതാൻ കാര്യം ക്രിസ്തുവിന്റെ സർവ ലൗകികതയും സർവസമ്മതവും എല്ലാവരെയും അംഗീകരിക്കുവാനും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതാണ് തന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പൗലൂസിന്റെ ലേഖനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ടത് തന്റെ ഒടുവിലെ ഫെയർവെൽ, യാത്രാമൊഴികളാണ്. അതുപോലെ തന്നെ ബെനഡിക്ഷൻ, തന്റെ ആശീർവാദങ്ങൾ. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ലേഖനങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അത് പ്രവേശിക്കാൻ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പൗലൂസിന്റെ ലേഖനങ്ങളുടെ ഉള്ളടക്കം എന്താ കണ്ടന്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമയബന്ധിതമായി ക്രോണോളജിക്കലി പൗലൂസിന്റെ ലേഖനങ്ങളെ പഠിച്ചത് 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 4. ഒന്നാമത്തത് എസ്കറ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ, യുഗാന്തര അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ക്രോഡീകരണം. അത് 1-2 തെസ്സലോനിക്കയിൽ താൻ കൃത്യമായി എഴുതി അവതരിപ്പിക്കുന്നു. അത് 2ാം മിഷണറി യാത്രയിൽ എഴുതുന്നതാണെന്ന് നമുക്ക് തെളിവിലൂടെ വിശ്വസിക്കാൻ കഴിയും. 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സെറ്റൂരിയോളജി, രക്ഷാതത്വശാസ്ത്രം. അത് 3ാം മിഷണറി യാത്രയിൽ താൻ 4 ലേഖനങ്ങളിലൂടെയാണ് എഴുതിയത്. ഏതൊക്കെയാ? റോമാലേഖനം, ഗലാത്യ ലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, പിന്നെ രക്ഷണ്യ. ഇതിനകത്ത് ഇത്രയും ലേഖനങ്ങളിലൂടെ താൻ എഴുതിയത് ദൈവശാസ്ത്രപരമായിട്ടുള്ള രക്ഷാതത്വശാസ്ത്രമായ സെറ്റൂരിയോളജി അഥവാ എന്ന വിഭാഗം. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുബന്ധമായ കാര്യങ്ങളുമാണ് താൻ അതിൽ വിവരിച്ചിരിക്കുന്നത്. 3ാമത്തത് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ. 4 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്ന എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ എന്ന് പറയുന്ന 4 ലേഖനങ്ങളിലൂടെയാണ് പൗലൂസ് തന്റെ ക്രിസ്റ്റോളജി, ക്രിസ്തുത്വശാസ്ത്രപരമായ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. 4ാമത്തെ കാര്യം ക്രിസ്റ്റോളജി അഥവാ എക്ലീഷിയോളജി അഥവാ സഭാതത്വശാസ്ത്രപരമായ കാര്യം. അത് ഇടയലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 1-2 തീമത്യോസ്, തീത്തോസ്. അപ്പം ഈ 4 ലേഖനങ്ങളിലൂടെ കൃത്യമായി താൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് ഒരു ക്രിസ്തു വിശ്വാസി ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങളാണ്. നമ്മളോട് ചോദിക്കുക, ഏതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഈ തത്വ ഉപദേശങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും?
അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മളെല്ലാം കൂടി ഞങ്ങള് IPC-കാരാ, ഞങ്ങളെല്ലാം കൂടി ഭാഷ ഞായറാഴ്ച ഒരു പ്രസംഗം തുടങ്ങും. ഞങ്ങളെല്ലാം കൂടി അത്ര ഹല്ലേലൂയ പറയും. പിന്നെ താളത്തിൽ തുടങ്ങി അവതാളത്തിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ആത്മീയ സന്തോഷം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. നമ്മുടെ വിശ്വാസ പ്രമാണം എന്താ? നമ്മുടെ 7 പില്ലേഴ്സ് അടിസ്ഥാന വേദോപദേശം എന്താ? അങ്ങനെയൊന്നും ഇല്ലെന്ന്. നമ്മളെല്ലാം കൂടി സമയം വിട്ട് പള്ളിയും വിട്ട് എല്ലാം ഞങ്ങളിപ്പം കർത്താവിന്റെ ബോഡി, ഞങ്ങൾ വിശ്വാസികളാണ്. പ്രത്യേകിച്ച് IPC-കാരാണ്, അല്ലെങ്കിൽ കച്ചകോടാണ്, അല്ലെങ്കിൽ ഏജിക്കാരാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഞങ്ങൾ ഇത്രേ ഉള്ളൂ. നമുക്ക് കർത്താവിന്റെ വരയിൽ പോകണം, അതല്ലേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ആരെയും കളിയാക്കിയതല്ല കേട്ടോ. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തെ കുറിച്ച് നമുക്കറിവില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് മൂക്ക് പിടിച്ച് വായി ഒന്ന് പൊത്തിപ്പിടിച്ചു നോക്കിയേ. സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? നിങ്ങളെല്ലാം ഇതിനകത്ത് ഒരുപാട് സഹോദരിമാര് നല്ലവണ്ണം നിങ്ങളെല്ലാം കണ്ടാ അറിയാം, നന്നായി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മുഖം കണ്ടാൽ അറിയാം, നല്ലപോലെ ചിരിക്കും, എപ്പോഴും അവർ വളരെ പ്ലസന്റ് ആയിരിക്കും. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവര് എന്താ, ഈ ലീലാകൃഷ്ണൻ ആന്റിയൊക്കെ നല്ല ചിരി ഇരിക്കുന്നുണ്ടോ? അപ്പം നല്ലപോലെ അപ്പം ഉണ്ടോ, മേഴ്സി ഫിലിപ്പെ, ലൂസി പി മാത്യു, ഇവരെല്ലാം നല്ല ഉണ്ടോ, ബീന ജോണ്, ഡിൻസി മാത്യു, അക്സാരാനി, ഇവരെല്ലാം നല്ലപോലെ, ആലിസ് ജോർജ്, ഹൈദരാബാദിൽ നിന്നും. ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാറില്ലേ? നമുക്ക് കൃത്യമായി ചേരുവ അറിയാം, ഇല്ലേ? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ബിരിയാണി തരികയാണെങ്കിൽ അതിനകത്ത് ചേർന്ന് എന്താണെന്ന് ചോദിച്ചിട്ടാണ് കഴിക്കുന്നത്? നിങ്ങൾ കഴിക്കുമ്പോഴേ അറിയാം, അല്ലേ? അത് ഉണ്ടാക്കാൻ ഇന്ന കറിക്ക് ഇന്നതേ പാടുള്ളൂ എന്നറിയാം. ഒരു സലാഡ് ഉണ്ടാക്കിയാൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചെങ്കിലും ഒരു അറിവ് നമുക്ക് ഉണ്ടാവണ്ടേ? അതിനാണ് നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഈ പ്രായത്തിലെങ്കിലും. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വിശ്വാസി കൃത്യമായി അറിയേണ്ട, എൻ്റെ ഈ ഡിവൈസ് വന്ന ആളുകളാണ് കേട്ടോ, എനിക്ക് കാണാൻ പറ്റുന്ന ആളുകളുടെ പേരെ പറഞ്ഞു, നിങ്ങളെല്ലാവരും അങ്ങനെയാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു വിശ്വാസി കൃത്യമായി അറിയേണ്ട എല്ലാ കാര്യങ്ങളും അത് ധാർമ്മിക ഉപദേശമുണ്ട്, അതിനെ സഭയിൽ അറിയേണ്ട കാര്യങ്ങളുണ്ട്, ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അറിയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു വിശ്വാസം അറിയേണ്ടതെല്ലാം ഈ ലേഖനങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞ് താൻ എഴുതി വച്ചിരിക്കുകയാണ്. അതാണ് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളായി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് കരണ്ട് പോയി പല സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാം ഇത്രയും സമയം നിങ്ങളെ ക്ഷമയോടുകൂടി കേട്ടതിൽ സന്തോഷമുണ്ട്. എനിക്കറിയാം നിങ്ങൾ വളരെ വളരെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് PDF എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടും. ഞാൻ പിന്നെ അത് കൃത്യമായിട്ടത് വേർഡിലുള്ളത് PDF-ലേക്ക് അയച്ചു കൊടുത്ത് അവരെല്ലാം നിങ്ങളെല്ലാം അത് സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്സാഹത്തെ അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങളെയൊക്കെ ഞാൻ സന്തോഷത്തോടു കൂടി ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഒരു ചെറിയ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ നന്നായി പോകേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന്റെ നോട്ടുകൾ കൃത്യമായി നാളെ രാവിലെ ഞാൻ ഇട്ടേക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വൈഫ് സോണിയ ഒരു ചെറിയ പാട്ട് പാടുന്നതായിരിക്കും. അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? നല്ലപോലെ കേൾക്കണം. ഞങ്ങൾ ഈ ഇടയ്ക്ക് ലാലിച്ചൻ എഴുതിയൊരു പാട്ടിനകത്ത് പാടിയിട്ടുണ്ട്. പിന്നെ ലോകത്തിന് സ്നേഹം മാറുമേ. ഓക്കെ. ലോകത്തിന് സ്നേഹം മാറുമേ. അങ്ങനെ പല പാട്ടുകൾ ഞങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. സോണിയ ഷാജി അടിച്ചു കൊടുത്താൽ മതി, കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സോണിയ പാട്ട് പാടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ പ്രിയ നമ്മുടെ അഗപ്പെ ബൈബിൾ കോളേജിന്റെ ബൈബിൾ ക്ലാസ്സിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ ഫാസ്റ്റർ ഷാജിക്ക് ദാനിയൽ ആൻഡ് ഫാമിലി, ഞങ്ങൾ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയ ലാലിച്ചാൻ, തന്റെ കുടുംബം, ഇന്ന് സൂം മീറ്റിംഗിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അല്പമായ തടസ്സങ്ങളൊക്കെ ആദ്യം നേരിട്ടു, എങ്കിലും കർത്താവ്
എത്രത്തോളം ബലപ്പെടുത്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങളായിട്ട് നമ്മുടെ ബൈബിൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇതിനകത്ത് അംഗങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളും ഇതിനകത്ത് ഒരു ഭാഗമായതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദൈവഹിതമാണെങ്കിൽ നമുക്ക് വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മറ്റു മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാൻ ഇന്ന് അല്പം ലിമിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സദയം ക്ഷമിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് സർവ്വദാനങ്ങൾക്കും സർവ്വ നന്മകൾക്കും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന കർത്താവിന്റെ അവതാരത്തെ കീർത്തിക്കുന്ന ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ പാടിക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പകലും നീ. ആഴത്തിൽ ഞാൻ കിടന്നു, ഊരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, ഊരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തീരം തന്റെ മാറോടും ചേർത്തണച്ചു. താതൻ തീരം തന്റെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. നിലവും പരന്നേനും നീയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പകലും നീയാ. ആത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം അനുദിനവും എന്നെ പരനേ.
Praise the Lord. Praise the Lord. വളരെ Praise. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് നന്നായി കേൾക്കുവാൻ സാധിച്ചില്ല. പിന്നീട് ദൈവം സഹായിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗായികയാണ് പ്രിയ സിസ്റ്റർ സോണിയ. അനേക നല്ല ക്രിസ്തീയ ലോകത്തിന് അനേക സംഭാവനകൾ ചെയ്ത അനുഗ്രഹീത സഹോദരിയാണ്. ദൈവം തന്നെ കുടുംബമായി സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. നാളെ വൈകിട്ട് നമ്മൾ ഓർപ്പിക്കുന്നത് പോലെ, നമ്മൾ സ്ഥിരമായി നടക്കുന്ന പോലെ നമ്മുടെ ചാപ്പൽ സർവീസ് നടക്കുന്നതാണ്. അതിൽ പങ്കെടുക്കുവാൻ, ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി അറിയിക്കുക. നിങ്ങൾ കാണിക്കുന്ന എല്ലാ താല്പര്യങ്ങൾക്കും വളരെ സന്തോഷം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ ഉത്സാഹത്തോടെ നോട്ട്സും നമ്മുടെ വീഡിയോ ഒക്കെ അല്പം ലേറ്റ് ആയാലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ചില കാലതാമസങ്ങളൊക്കെ വരുമ്പോൾ പല ആൾക്കാരും വിളിക്കാറുണ്ട്, ഇന്നത്തെ വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8 മണിക്ക് നമ്മുടെ ചാപ്പൽ സർവീസ് നടക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും, സാധാരണയായി ചാപ്പൽ സർവീസിന് ചില അറ്റൻഡൻസ് കുറവാണ്. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ കയറുക. നമുക്ക് തമ്മിൽ പരിചയപ്പെടുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പോകാം. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ 2-3 ദിവസം ഹൂസ്റ്റണിൽ ചില കോൺഫറൻസോട് വന്നുള്ള യാത്രയായിരുന്നു. ഇന്ന് താൻ തിരികെ വന്നിട്ടുണ്ട്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ കാനഡയിൽ നിന്ന് ബ്രദർ ഫെർണാണ്ടസ്, ഹെറോൾഡ് ഫെർണാണ്ടസ് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയേൽ ആശീർവാദം പറയുകയും ചെയ്യും. ബ്രദർ ഫെർണാണ്ടസ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. സർവ്വസ്നായ പിതാവ്, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പാ, അവിടുത്തെ പാദപുറത്തിലേക്ക് കർത്താവെ ഞങ്ങൾ അയക്കേണ്ട കൊണ്ടും കർത്താവെ അവിടുന്ന് കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. കർത്താവെ, അനുഗ്രഹപ്പെട്ട വചനം കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവെ സ്തോത്രം. കർത്താവ് ശ്രേഷ്ഠ ദാസിന് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പൗലോസിന്റെ കർത്താവ് യാത്രയെ കുറിച്ച് കർത്താവ് സ്തോത്രം ആളുമായി പഠിക്കാൻ തക്കവണ്ണം കർത്താവ് സ്വർഗം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ദുഃഖം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഈ ബൈബിൾ കോളേജിലെ കർത്താവെ തിരുക്കല്ലോർത്ത് പ്രാർത്ഥിച്ചും കടന്നു വരുന്ന 5 ദേവദാസന്മാരെയും കർത്താവെ സ്തോത്രം കൂടുതലായിട്ട് കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേൾക്കുന്ന ഓരോരുത്തരും കർത്താവ് സ്തോത്രം അനുഗ്രഹപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. മറ്റുള്ളവർക്ക് കർത്താവ് സ്തോത്രം അതൊരു കർത്താവ് പുതുവഴിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചുമലേറ്റിരിക്കുന്ന ദേവദാസന്മാരൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ അൽവാസായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം കൊടുക്കുന്ന കൃപക്കാറ്റ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവ് അടിയുന്ന കർത്താവിന്റെ പാദപുരത്തിൽ പ്രാർത്ഥിക്കുന്ന നന്ദി കൃപക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മാനവും മഹത്വം സർവ്വത്തിൽ അപ്പിനെടുക്കണം. സർവശക്തനായ കർത്താവ് ഈശോയുടെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് കടന്നു വന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഷാജി പാറക്കടവിലിനോടും മനോഹരമായി പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച സിസ്റ്റർ സോണിയോടുമുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ ചില 3 ദിവസം ഞാൻ ഹൂസ്റ്റണിലായിരുന്നു. ചില കോൺഫറൻസിലായതുകൊണ്ട് എനിക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡിക്ക് കയറി പോകാൻ സാധിച്ചില്ല. പക്ഷെ ഇടയ്ക്ക് ഞാനൊക്കെ ഒന്ന് കയറി നോക്കുമായിരുന്നു, എത്ര പേരൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ കടന്നു വന്ന് വചനം പഠിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറയാറുള്ളത് പോലെ നമ്മൾ അനേകരെ ഇതിലേക്ക് ചേർക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നാളത്തെ നമ്മുടെ ചാപ്പൽ സർവീസിൽ എല്ലാവരും കടന്നു വരിക. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചുവല്ലോ, അനുഗ്രഹിക്കുന്നല്ലോ. ദൈവകൃപയിൽ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. നമുക്ക് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ സംസർഗം കൂട്ടായ്മയും കാവലും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരിയോടും കടന്നു വന്ന് വചനം പഠിച്ച എല്ലാ ദൈവമക്കളോടും കൂടെ
ഇന്നു വരുന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ചെയ്യുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ അങ്ങ് വരണമേ. God bless you. Have a wonderful night. God be with you. Thank you. ആമേൻ. നാളെ വൈകിട്ട് 8 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും പ്രോഗ്രാംസ് സാക്ഷ്യമൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ അറിയിക്കുക. ദൈവം സഹായിക്കട്ടെ. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരെയും ക്ഷണിക്കുന്നു. സ്തോത്രം. സാർ നാളെ ചർച്ചില് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. അപ്പം 9 മണിക്ക് കയറാൻ പറ്റുള്ളൂ. അത് സാരമില്ല, കുഴപ്പമില്ല. That will be fine. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you. Praise the Lord.